മോളെ, എന്തൊരു കിടപ്പാണിത്. എഴുന്നേറ്റേ, എഴുന്നേക്ക്. മോള് മനസ്സിലാക്ക്, കാര്യങ്ങൾ എൻ്റെ അധികാരപരിധിക്ക് പുറത്താണ്. നാളെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരും. വരുന്നയാൾ റാങ്കിൽ എൻ്റെ ജൂനിയർ ആയിരിക്കാം, പക്ഷേ എന്നെ അനുസരിക്കണമെന്നില്ല. പപ്പ രവിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു, പുതിയ ഓഫീസറാണ് കേസ് അന്വേഷിക്കുന്നത്. മോള് പറ, ഞാൻ അയാളുടെ മുമ്പിൽ താഴണോ? രവി രക്ഷിക്കണമെന്നും പറഞ്ഞ് ഞാൻ അവരുടെ കാല് പിടിക്കണോ? പിടിക്കാം. ഇതുവരെ ആരുടെ മുമ്പിലും തലവനിച്ചിട്ടില്ലാതെ ഞാൻ വേണമെങ്കിൽ എന്റെ മോൾക്ക് വേണ്ടി അതും ചെയ്യാം. വേണ്ട പപ്പ, എന്നാലും രവി അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല പപ്പ. അത് മോളുടെ വിശ്വാസം. പക്ഷേ ഒരിക്കൽ മേലിൽ വീണ കളങ്കം തുടച്ചു മാറ്റാൻ അത്ര എളുപ്പം പറ്റില്ല മോളെ. എന്റെ മോൾ അവനെ മറക്കാൻ ശീലിക്കണം. മറന്നേ പറ്റൂ. ഇത് അച്ഛന്റെ സ്വാർത്ഥതയാണ്. എനിക്കെന്റെ മോളെ വേണം. അത് നീ അച്ഛനോട് കാണിക്കുന്ന നീതി. മോൾക്കറിയില്ല, 10-20 വർഷത്തെ സർവീസിനിടയിൽ ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ പലതും കണ്ടില്ലെന്ന് വെച്ചു. അതേക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ട്. പക്ഷേ കൊല്ലുന്നവനും മരിക്കുന്നവനും ഒരുപോലെ സുഹൃത്തുക്കളാവുമ്പോൾ നിയമപാലം വല്ലാതെ ധർമ്മസങ്കടത്തിലാവും. ഇപ്പോഴെനിക്ക് തോന്നുന്നു അവിടെ ഈ നീതി മാത്രമാണ് മുഖ്യം. ഇരിക്കോ? ഓ മേനോൻ, എങ്ങനെയെങ്കിലും മനസ്സിലായി. ഈ ഒരു അവസ്ഥയിൽ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവനൊരു ജാമ്യത്തിന് ശ്രമിക്കണമെങ്കിൽ തന്നെ അത്രയ്ക്ക് വാർത്താ പ്രാധാന്യമുള്ള ഒരു മർഡറാണ്. കൊല്ലപ്പെട്ടയാൾ മുൻ മന്ത്രിയാണ്. സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരാൾ കൊല്ലപ്പെടുമ്പോൾ പ്രതിയെക്കുറിച്ചും അയാളുടെ നീക്കങ്ങളെക്കുറിച്ചും ഫോക്കസ് ചെയ്യുക സ്വാഭാവികമാണ്. അറിയാം, എങ്കിലും മേനോനാകുമ്പോ തീരെ പറ്റില്ല. ഒന്നാമത് എന്റെ സ്വാധീനം മിസ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ് തന്നെ. മാത്രമല്ല, കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കഴിഞ്ഞു. മേനോൻ, ഒരു ജീവിതം മുഴുവൻ അനുഭവിച്ചിട്ടും തീരുന്നില്ലല്ലോ. എന്റെ മോൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞങ്ങളെ രക്ഷിക്കണം. ആയിരിക്കാം, പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഐസക്കിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഒരു കുറ്റവാളിയുണ്ട്. അതാരായിരുന്നാലും നിയമത്തിന് മുമ്പിൽ വരട്ടെ. ഇപ്പോ പ്രതി രവിയാണ്. സോ നിങ്ങളുടെ ഈ വരവ് പോലും ഒരു ഇഷ്യൂ ആയേക്കും. ഈ നിലയിൽ രവിയെ സംശയിക്കാതിരിക്കാൻ നമ്മൾ തമ്മിലുള്ള ബന്ധം മാത്രം പോരല്ലോ മുത്തച്ഛ. കീർത്തി ആകെ വിഷമത്തിലാ. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. പക്ഷെ രവി, ഒരച്ഛന്റെ വേദന മുത്തച്ഛനും അറിയാലോ. എനിക്കാകെയുള്ളത് ഇവള് മാത്രമാണ്. വിസിറ്റേഴ്സ് നിങ്ങളായിരിക്കുമെന്ന് കരുതിയില്ല. താങ്ക് യു. ഇവളുടെ നിർബന്ധം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരില്ലായിരുന്നു. 4 ഭാഗത്തുനിന്നും കുറ്റവാളി എന്ന് കേൾക്കുമ്പോൾ ഞാൻ സ്വയം ശീലിക്കുകയാണ്. ഒരു കുറ്റവാളിയുടെ മനോനില കൈവരാൻ. അപ്പോൾ പിന്നെ മനസ്സിനെ മറ്റൊന്നും ബാധിക്കില്ലല്ലോ. രവി കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണം? ഭയമല്ല, ഒരു
ഒരു തരം ഭീതി. എവിടെയോ ഒരു ശത്രു ചുറ്റിത്തിരിയുന്നുണ്ട്. അതിനോടുള്ള പക. എന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ശത്രുവിനെ എനിക്ക് കണ്ടെത്തിയേ തീരൂ. താൻ തന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. രവി, പകയാണോ ഇപ്പോഴും നിന്റെ മനസ്സിൽ? നിങ്ങൾ പോലും എന്നെ സംശയിച്ചില്ലേ? എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. അന്വേഷണം നടക്കുന്നുണ്ട്. താൻ കുറ്റക്കാരനല്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം, എനിക്കാകെയുള്ളത് ഇവള് മാത്രമാണ്. ഞാൻ ജീവിക്കുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാ. സോറി മിസ്റ്റർ രവി, ഇനി നിങ്ങളുടെ ബന്ധത്തിന് കൂട്ടി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു വരില്ല. അതാണ് രവിക്കുഞ്ഞ്. അയ്യോ, അവനെ മതി മതി മതി. എന്തോ എല്ലാറ്റിനും ഇവൻ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ ഒരു തുട. വക്കീലാഫീസ്, കോടതി, പോലീസ് സ്റ്റേഷൻ, ഇവന്റെ പരിശ്രമ ഈ ജാമ്യം. കച്ചവടം നോക്കണ്ടേ വാവച്ച? എന്തിന്? എത്ര കാലത്തേക്ക്? വണ്ടി സ്റ്റാൻഡ് വിടുന്നതിന് മുമ്പ് ഇവിടെ ചില നമ്പറൊക്കെ കാണിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ മുപ്പടി ചോദിക്കില്ലേ നിനക്ക് ഭൂമിയിൽ എന്തായിരുന്നു പണിയെന്ന്? ആ കയറിക്കാട്ടെ അങ്ങോട്ട്. നീ വരണില്ലേ? ഞാനങ്ങ് വന്നോളാം, കയറിക്കാട്ടെ. പോട്ടെ വാവച്ച. കുഞ്ഞ് കയറ്. തങ്കയ്യ, വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. ആ കയറ്. അറിഞ്ഞില്ല. ഹലോ വാവച്ചൻ. ഏ? വാവച്ചൻ ഒറ്റയാളുടെ മിടുക്കാണ് കേട്ടോ ഈ ജാമ്യം. കൺഗ്രാറ്റുലേഷൻസ്. ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ മാഷേ. കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കോടതി കയറി കള്ളസാക്ഷി വന്നിട്ടായാലും വേണ്ടില്ല രവി കുഞ്ഞിനെ രക്ഷിക്കുക. അതിന് വ്രതം എനിക്ക്. അയാൾ കൊന്നതാണല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാടോ നിരപരാധിക്ക് കള്ളസാക്ഷി? എനിക്ക് മനസ്സിലായില്ല. സ്റ്റീഫൻ, ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റീഫൻ ദേവസ്. കാണാം. പോട്ടെ. Remove it. Show me the case sheet. Sir. Start from the dip. അതെ, ഈ ചായ അരിച്ചെടുക്കുന്ന അരിപ്പില്ലേ, അരിപ്പ. ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് അല്ല, പഴയത് തുണി കൊണ്ടുള്ളത്. അതിൽ അരിച്ചെടുക്കുന്ന പോലെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. ഗോട്ട് ദ പോയിന്റ്? ഗുഡ്. ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ട് സർ. ദെൻ പ്രൊസീഡ്. സർ. ഇത് എങ്ങോട്ടുള്ള ഡോറാ? വാർഡിലേക്കാ. ഐസിയുവിൽ 2 ഡോറ്. എന്താ പേര്? സൂരജ്. മോർണിംഗ് വന്നേ. എങ്ങനെയുണ്ട് ഇവിടെ ബിസിനസ്? അതെ, ഈ പട്ടേരി എങ്ങനെയാ ആള്? സഹകരിക്കോ? സഹകരിച്ചാൽ അങ്ങർക്കുള്ള അല്ലേ? നല്ല മീശ. നമ്മുടെ പയ്യൻ ഡോക്ടർ രവിശങ്കർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിരുന്നു. ഇല്ല സാർ. അപ്പോ കാര്യങ്ങളൊക്കെ വെരി സിമ്പിൾ.